ഇന്ന് നല്ല അസലായിട്ട് നമുക്ക് പുളിഞ്ചിക്ക അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ഇതിനെ ഞങ്ങൾ പുളിഞ്ചിക്ക എന്നും ഇരുമ്പൻ പുളി എന്നും പറയും. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ നീളത്തിലോ ഇതുപോലെ റൗണ്ടായിട്ടോ കട്ട് ചെയ്തെടുക്കാം. ഞാൻ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഒരു പുളിഞ്ചിക്ക നല്ല വലിപ്പം ഉള്ളത് കൊണ്ട് 4-5 കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അത് മാറ്റി വെക്കാം. ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടായതിനു ശേഷം കായം ഇട്ട് മൂപ്പിച്ചിടുക. മൂത്ത് വരുന്നതിന്റെ മണം മൂത്ത് വരുന്ന മണം വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചമുളക്, കുറച്ച് കറിവേപ്പില നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉലുവപ്പൊടി ഇട്ട് നല്ലോണം വഴറ്റി പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് വിനെഗർ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന പുളിഞ്ചിക്ക ഇട്ട് നന്നായി വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാർ റെഡി. നല്ല എരിയും പുളിയും ഉപ്പും ഒക്കെ ഉള്ള കിടിലൻ അച്ചാറാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.